ഹായ് ഫ്രണ്ട്സ്, നീമാസ് കിച്ചണിലെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സീക്രട്ട് റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുവാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഓർമ്മശക്തിയും ഉന്മേഷവും വർദ്ധിപ്പിക്കുന്ന സീക്രട്ട് എനർജി ആൻഡ് മെമ്മറി ബൂസ്റ്റർ ഡ്രിങ്ക് പൗഡറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കപ്പലിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സെയിൽ ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബംഗാളി ചീഫ് എഞ്ചിനീയറുടെ ഭാര്യയാണ് ഈ സീക്രട്ട് ഡ്രിങ്ക് എന്നെ പഠിപ്പിച്ചത്. അമ്മുമ്മയിൽ നിന്നാണ് അവർക്ക് ഈ റെസിപ്പി കിട്ടിയത്. വർഷങ്ങളായി ഞങ്ങളും ഈ ഡ്രിങ്ക് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ മകൾ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഐ എം ഷ്യൂർ യു ഗൈസ് വിൽ ലവ് ഇറ്റ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് വളരെയധികം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തംസ് അപ്പ് ക്ലിക്ക് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുവാനുള്ള എനർജി തരുന്നത്. നമുക്ക് ഈ സീക്രട്ട് എനർജി ആൻഡ് മെമ്മറി ബൂസ്റ്റർ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഏലക്ക 10 എണ്ണം, കുരുമുളക് 10 എണ്ണം, ജാതിക്കപ്പൊടി 1 ടീസ്പൂൺ, പെരുംജീരകം 2 ടീസ്പൂൺ, കുങ്കുമപ്പൂവ് 1 ടീസ്പൂണിൻ്റെ 1/4 ഭാഗം, മത്തങ്ങ വിത്തുകൾ 1/4 കപ്പ്, കസ്കസ് 1/4 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പഞ്ചസാര 1 കപ്പ്, വാൾനട്ട്സ് 1/2 കപ്പ്, ബദാം 1/2 കപ്പ്, പിസ്ത 1/2 കപ്പ്, വറുത്ത കശുവണ്ടി 1/2 കപ്പ്, വറുത്ത കപ്പലണ്ടി 1/2 കപ്പ്. നമുക്കാദ്യം ഇതുപോലെ ഒരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വേണ്ടി വെക്കാം. പാൻ ചൂടായതിനു ശേഷം ഓരോ ഇൻഗ്രീഡിയൻസും 2 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ മാത്രം. ആദ്യം നമുക്ക് പിസ്ത പാനിലേക്ക് ഇടാം. നേരത്തെ പറഞ്ഞതുപോലെ 2 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യുക. ഇത് ഒരു ബൗളിലേക്ക് മാറ്റുക. കൂടെ റോസ്റ്റഡ് കശുവണ്ടിയും കപ്പലണ്ടിയും അതേ ബൗളിലേക്ക് ഇടുക. തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അടുത്തതായി ബദാം പാനിലേക്ക് ഇട്ട് 2 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യുക. ബദാം നല്ലോണം റോസ്റ്റായി. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വാൾനട്ട്സ് റോസ്റ്റ് ചെയ്യാം. വാൾനട്ട്സ് നല്ലതുപോലെ റോസ്റ്റായി. വേറെ ഒരു ബൗളിലേക്ക് ഇനി ഇത് മാറ്റാം. മത്തൻ വിത്തുകൾ നമുക്കിനി റോസ്റ്റ് ചെയ്താലോ? ഇത് വളരെ സൂക്ഷിച്ച് വേണം റോസ്റ്റ് ചെയ്യുവാൻ. ചൂടുകൊണ്ട് വിത്തുകൾ വീർക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മാറ്റുക. അല്ലെങ്കിൽ വിത്തുകൾ വെന്ത് പൊട്ടി നമ്മുടെ പൗഡറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. മത്തൻ വിത്തുകൾ ഓപ്ഷണൽ ആണ് കേട്ടോ. അതായത് ഇത് വേണമെന്ന് നിർബന്ധമില്ല. വേറെ ഒരു ബൗളിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി കസ്കസിൻ്റെ സമയമായി. കസ്കസ് വാങ്ങുമ്പോൾ കഴുകി ഉണക്കി ഉപയോഗിക്കുക. കസ്കസ് റോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി കുങ്കുമപ്പൂവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുങ്കുമപ്പൂവ് ഒരു പേപ്പർ നാപ്കിനിലേക്ക് ഇട്ട് ഇതുപോലെ മടക്കുക.
ശേഷം പാനിൽ 1 മിനിറ്റ് നേരത്തേക്ക് റോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ കുങ്കുമപ്പൂവ് നല്ലവണ്ണം റോസ്റ്റ് ആകുകയും നിറം നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. See how it looks. അവസാനമായി പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് റോസ്റ്റ് ചെയ്യാം. പെരുംജീരകം, ഏലക്ക, കുരുമുളക്, ജാതിക്കപ്പൊടി, ഇപ്പോൾ എൻ്റെ കിച്ചണിൽ നല്ല സ്പൈസിൻ്റെ മണമാണ്. മസാലകൾ നല്ലതുപോലെ റോസ്റ്റായി. ഒരു ബൗളിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര, മഞ്ഞൾപ്പൊടി, സ്പൈസ് മിക്സ്ചറും ഇതുപോലെയുള്ള ഒരു മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. നമുക്ക് പഞ്ചസാര ഇടാം. മഞ്ഞൾപ്പൊടി, സ്പൈസ് മിക്സ്ചർ ഇട്ട് നല്ലതുപോലെ പൊടിക്കാം. പൊടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇറ്റ് സ്മെൽസ് സോ ഗുഡ്. അടുത്ത സ്റ്റെപ്പായി നമുക്ക് കസ്കസും കുങ്കുമപ്പൂവും മത്തൻ വിത്തുകളും രണ്ട് ടേബിൾ സ്പൂൺ നേരത്തെ പൊടിച്ച പഞ്ചസാര സ്പൈസ് മിക്സ്ചറും ചേർത്ത് ഒന്നിച്ചു പൊടിച്ചെടുക്കാം. See how it looks. ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബദാമും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര സ്പൈസ് മിക്സ്ചറും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഈ മിക്സ്ചറും ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാണ് ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റായി പൊടിക്കുന്നത്? കാരണം വേറെ ഒന്നുമല്ല, ഓരോ ഇൻഗ്രീഡിയൻസിനും വ്യത്യാസ കൺസിസ്റ്റൻസി ആയതിനാലാണ്. ഇനി നമുക്ക് വാൾനട്ട്സ് ചെയ്യാം. ഇതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര സ്പൈസ് മിക്സ്ചറും ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതും ഒരു ബൗളിലേക്ക് പകർത്താം. അവസാനമായി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പിസ്ത, കപ്പലണ്ടി, കശുവണ്ടിയും ഞാൻ വലിയ മിക്സി ബൗളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര സ്പൈസ് മിക്സ്ചറും ചേർത്ത് പൊടിച്ചെടുക്കാം. അതേ ബൗളിലേക്ക് തന്നെ പകർത്താം. നമുക്കിനി വലിയൊരു ജാറിൽ എല്ലാ മിക്സ്ചറും കൂടിയിട്ട് ഒന്നിച്ച് പൊടിക്കാം. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവന്ന് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഈ ഷുഗർ സ്പൈസ് മിക്സ്ചർ ജാറിലോട്ടിട്ട് ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ബൂസ്റ്റർ പൗഡർ 2 ടേബിൾ സ്പൂൺ വീതം ഒരു ഗ്ലാസ്സിൽ ഇടുക. കുറച്ച് ഇളം ചൂട് പാല് ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് പതുക്കെ ഇളക്കുക.
എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെയോ കുടിക്കാം. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? വാവ്, ഇറ്റ്സ് സോ ഡെലീഷ്യസ്. നിങ്ങൾക്ക് ഈ പൗഡർ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങൾ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും മറുപടി നൽകാൻ ശ്രമിക്കാം. See you in my next video with another tips and tricks.